മലയാളപ്പുഴ അമ്പലത്തിൽ പോവാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, പത്തനംതിട്ട ജില്ലയിലാണ് ഈ അമ്പലം. എനിക്ക് ഇടയ്ക്ക് അവിടെ പോകുന്നതൊക്കെ ഒരു പ്രത്യേക സമാധാനമാണ്. ഞാനും അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു ഇന്നത്തെ യാത്ര. സാധാരണ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ തിരക്ക്, പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ പെട്ടെന്ന് കയറി തൊഴാൻ പറ്റി കേട്ടോ. തൊഴുത് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. കഴിക്കുന്നത് എനിക്ക് ഏറ്റവും പണിയുള്ള ഒരു കാര്യമാണ് കേട്ടോ, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അച്ഛൻ അവിടെ നിന്നിട്ട് കമന്ററി പറയാണേ കൊരങ്ങിന്റെ ജന്മമാണെന്ന്. ബിക്കോസ് ഈ ഫുഡ് ഇങ്ങനെ കവളത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ചായം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയാണ് സംഭവ വികാസങ്ങൾ നടക്കാം. പാർക്കിങ്ങിന്റെ അവിടെ അച്ഛൻ കാർ എടുത്തോണ്ട് വരുന്ന ടൈമിൽ ഞാനും അമ്മയോടെ വെയിറ്റ് ചെയ്യുക. ഒരു കൊച്ചു പയ്യൻ അവന്റെ അപ്പൂപ്പന്റെ അടുത്ത് കിടന്ന് ഭയങ്കര ഗുസ്തി പിടും. നല്ലപോലെ ആ അപ്പൂപ്പനെ ഉപദ്രവിക്കുന്നുണ്ട്. നല്ല ഭാഗ്യമായതുകൊണ്ട് കൂട്ടത്തിൽ ഈ ചെറുക്കൻ എന്നെ മാത്രമേ കണ്ടുള്ളൂ. എന്തിനാന്നറിയാമോ, ഓടി വന്ന് എന്നെ ആക്രമിക്കും. എന്തൊക്കെയോ ചീത്തയും പറഞ്ഞ് എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അവർ. ഭാഗ്യത്തിന് എന്റെ അമ്മ കയറി എന്നെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത കുട്ടികളോ ഡിസോർഡർ ഉള്ള കുട്ടികളോ ആണെങ്കിൽ ഹൈപ്പർ ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാകും സിറ്റുവേഷൻ. ഈ നോർമൽ ആയിട്ടുള്ള കുട്ടികൾ ശരിയാണ്, കുറുമ്പും കുസൃതിയും ഒക്കെ കാണും. പക്ഷെ അവർ പേരൻസിന്റെ അടുത്ത് കൂടാതെ പുറത്തിറങ്ങുന്നവരെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഗുഡ് പാരന്റിംഗ് അല്ലെന്ന് എനിക്ക് തോന്നിയത്. അതിന് ഒരിക്കലും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയില്ല, എനിക്ക് ചിരിക്കാനും തോന്നിയില്ല. സത്യാവസ്ഥ എന്താ വെച്ചാൽ ഞാൻ പേടിച്ചു പോയി. അതെന്തോ എങ്ങനെയൊക്കെയോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ചേച്ചിയുടെ കൊച്ചിന് ഉയർന്ന മാർക്ക് +2 കിട്ടി. അവർക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. പിന്നെ ചേച്ചി എന്റെ ട്യൂഷൻ ടീച്ചറോടായിരുന്നു കേട്ടോ. ഈ വീടിന്റെ മുകളിലായിരുന്നു ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളുള്ള സ്ഥലം. ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.